ദത്തുപുത്രന്മാരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത ഗേ ദമ്പതികൾക്ക് 100 വർഷം തടവ്. ജോർജിയയിലെ അറ്റ്ലാന്റയിലാണ് സംഭവം. വില്യം സക്കറി സുലോക്ക് എന്ന സ്വവർഗ ദമ്പതികളെ 100 വർഷ തടവിന് ശിക്ഷിച്ചതായി വാൾട്ടൺ കൗണ്ടി ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസ് അറിയിച്ചു. ബാങ്ക് ഉദ്യോഗസ്ഥനാണ് 34 വയസ്സുള്ള സക്കറി. സർക്കാർ ഉദ്യോഗസ്ഥനാണ് 36 വയസ്സുകാരനായ വില്യം. 10ഉം 12ഉം വയസ്സുള്ള സഹോദരന്മാരെയാണ് ഈ ഗേ ദമ്പതികൾ ദത്തെടുത്തിരുന്നത്. സന്തോഷകരമായ കുടുംബം എന്ന അടിക്കുറിപ്പുകളോടെ ദമ്പതികൾ കുട്ടികളോടൊപ്പമുള്ള ചിത്രങ്ങൾ പതിവായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു. അന്ന് നിരവധി ആളുകളാണ് ഇവർക്ക് കയ്യടിയുമായി രംഗത്തെത്തിയത്. എന്നാൽ വളരെ ഭയാനകമായ സാഹചര്യത്തിലൂടെയാണ് കുട്ടികൾ കടന്നുപോയിരുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. ദമ്പതികൾ പതിവായി കുട്ടികളെ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുകയും ഇതിൻ്റെ വീഡിയോ പകർത്തി പോൺ സൈറ്റുകളിൽ പങ്കുവെക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇക്കാര്യം ദമ്പതികളുടെ അടുത്ത സുഹൃത്തുക്കളിൽ ചിലർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. സ്നാപ്ചാറ്റിലും ഇവർ കുട്ടികളെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവച്ചിട്ടുണ്ട്. പ്രതികൾ യഥാർത്ഥത്തിൽ ഭയാനകമായ സാഹചര്യമാണ് അവരുടെ വീട്ടിൽ സൃഷ്ടിച്ചിരുന്നത്. എല്ലാറ്റിനും എല്ലാവർക്കും മുകളിൽ അവരുടെ അങ്ങേയറ്റം നീചമായ ആഗ്രഹങ്ങളെ സ്ഥാപിക്കുകയായിരുന്നു. ഡിസ്ട്രിക്ട് അറ്റോർണി റാൻഡി മക്ഗിൻലി പറഞ്ഞു. ഇരയാക്കപ്പെട്ട കുട്ടികളുടെ ദൃഢനിശ്ചയം കൊണ്ടാണ് പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കഴിഞ്ഞ 2 വർഷമായി 2 കുട്ടികളിലും ഞാൻ കണ്ട ദൃഢനിശ്ചയം ശരിക്കും പ്രചോദനം നൽകുന്നതായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പ്രതികൾ പങ്കുവച്ച പീഡോഫിലിക് പോണോഗ്രാഫി ദൃശ്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഒരാളിൽ നിന്നാണ് ഗേ ദമ്പതികൾ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതായി പോലീസ് മനസ്സിലാക്കിയത്. സമൂഹമാധ്യമങ്ങൾ വഴി കുട്ടികളെ പീഡിപ്പിക്കാൻ പ്രതികൾ പലരെയും ക്ഷണിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വാൾട്ടൺ കൗണ്ടിയിൽ IP വിലാസമുള്ള ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തതായി സംശയിക്കുന്ന ഹോം മെയ്ഡ് ചൈൽഡ് സെക്സ് അബ്യൂസ് മെറ്റീരിയൽ റിപ്പോർട്ട് ചെയ്യുന്ന നാഷണൽ സെന്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രനിൽ നിന്നാണ്. ജോർജിയ അധികൃതർക്ക് സൈബർ ടിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് സുലോക്സ് ആദ്യം അന്വേഷണത്തിന് വിധേയരായത്. ഇത്തരത്തിൽ ചൈൽഡ് അബ്യൂസിന് ഇരകളായവർക്കൊപ്പം സുലോക്കുകൾ താമസിക്കുന്നുവെന്ന് വാൾട്ടൺ കൗണ്ടി ഷെരീഫ് ഓഫീസിലെ ഡെപ്യൂട്ടിമാർ മനസ്സിലാക്കിയത്. 2022 ജൂലൈ 22-ന് അധികാരികൾ സുലോക്സിനെ അഭിമുഖം നടത്തി. അവർ ഇരുവരും തങ്ങളുടെ ദത്തുപുത്രന്മാരെ ഒരു നിശ്ചിത കാലയളവിൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതായി സമ്മതിച്ചതായും DAയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിൻ്റെ പിറകിൽ അന്വേഷണം നടത്തുകയും വീടിനുള്ളിൽ നിന്ന് നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. പ്രതികൾ വീടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലൈംഗികാതിക്രമം നടത്തിയതിൻ്റെ ഒന്നിലധികം സംഭവങ്ങൾ കാണിക്കുന്നുവെന്നും ഈ CCTVകൾ ഇതിന് തെളിവായെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. മറ്റ് ഇലക്ട്രോണിക് തെളിവുകളിൽ ഗ്രാഫിക് ഇമേജുകൾ, വീഡിയോകൾ, ടെക്സ്റ്റ് സന്ദേശങ്ങൾ, സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ എന്നിവ അടങ്ങിയ സെൽഫോണുകളും ഉൾപ്പെടുന്നുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.